ഹലോ ഗൈസ്, ദീപക് എസ് ജി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് സൈലം LDC റാങ്ക് ഫയലുമായിട്ടാണ്. സോ ഇത് ഞാൻ സൈലം ആപ്പിലൂടെ ഓർഡർ ചെയ്തതാണ്. സോ ബുക്ക് എനിക്കൊരു 5 ഡേയ്സിൽ തന്നെ കിട്ടി ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ. നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ബുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. സോ നിങ്ങൾ ഈ ചാനൽ പുതുതായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. നല്ല പാക്കിംഗ് ആണ് കേട്ടോ, അടിപൊളി പാക്കിംഗ് തന്നെയാണ്. സോ ഞാനത് ഓപ്പൺ ചെയ്യട്ടെ. സോ ഗൈസ്, ഞാൻ ഓപ്പൺ ചെയ്യാണ്. അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു പാക്കിംഗ് ആണ്. ബുക്സ് നിറയെ ഉള്ളതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഓരോ ബുക്കായിട്ട് എടുക്കാം. ഓക്കെ, ആദ്യം ഫിസിക്കൽ സയൻസിൻ്റെയാണ് ബുക്ക് വന്നത്. ഫിസിക്കൽ സയൻസ്, അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഉള്ള ബുക്ക്. രണ്ടാമത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ബുക്ക്. മൂന്നാമത് ബയോളജി ആൻഡ് പബ്ലിക് ഹെൽത്ത്. നാലാമത് ഇന്ത്യൻ ഹിസ്റ്ററി. അഞ്ചാമത് എക്കണോമിക്സ്. ആറാമത് വന്നത് മാത്സ് ആണ്. ഓക്കെ, മാത്സ് മെൻ്റൽ എബിലിറ്റി രണ്ടുമുണ്ട്. അടുത്ത ബുക്ക്, ഇത് 7ാമത്തെ ബുക്കാണ്, കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. 8ാമത്തെ ബുക്ക് ഇന്ത്യൻ ജോഗ്രഫി. 9ാമത്തെ ബുക്ക് IT. 10ാമത്തെ ബുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ വൊക്കാബുലറി ഉള്ള ഒരു ഹാൻഡ് ബുക്ക്. 11ാമത്തെ ബുക്ക് മലയാളം. ഓക്കെ, 12ാമത്തെ ബുക്ക് കേരളയും വേൾഡ് ജോഗ്രഫി. ഓക്കെ, ആൻഡ് ലാസ്റ്റ് 13ാമത്തെ ബുക്ക് കേരള വേൾഡ് ഹിസ്റ്ററി. ഓക്കെ, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. ഓക്കെ, സോ ഈ ബോക്സിൽ ഇനി ബാക്കിയൊന്നുമില്ല. ബോക്സ് നമുക്ക് സൈഡ് വയ്ക്കാം. സോ ടോട്ടൽ കിട്ടുന്ന ബുക്സ് നിങ്ങൾ കണ്ടല്ലോ, ഇത്രയും ബുക്സാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ 13 ബുക്സ് കിട്ടുന്നുണ്ട്. ആൻഡ് ഓരോ ബുക്കിൻ്റെയും ഞാൻ പേജ് നമ്പർ പറഞ്ഞുതരാം ഈ വീഡിയോയിൽ. ഓക്കെ, വീഡിയോ ഭയങ്കര ലെങ്തി ആക്കുന്നില്ല. ഇതിൽ ഫുൾ കണ്ടൻറ്റ് പറയുകയാണെങ്കിൽ നടക്കുന്ന കാര്യമല്ല. 13 ബുക്കിൻ്റെയും കണ്ടൻറ്റ്സ് എനിക്ക് അങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല. എന്നാലും പെട്ടെന്നൊന്ന് ഓട്ടിച്ച് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ബുക്ക് നോക്കാം. ഇതാണ് ഏറ്റവും ചെറിയ ബുക്ക്. ഓക്കെ, ഫോണ്ട് സൈസൊക്കെ നിങ്ങൾ നോക്കുക ഒന്ന്. ഓക്കെ, വലിയ ഫോണ്ട് സൈസ് തന്നെയാണ്. നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഇത് വലിയ ഫോണ്ട് സൈസാണ്. ഓക്കെ, ആൻഡ് സിമ്പിളായിട്ടാണ് ഇവർ എഴുതിയിരിക്കുന്നത് ബുക്കിൽ. ഓക്കെ, സോ ഇത് എത്ര പേജ് ഉണ്ടെന്ന് ചോദിച്ചാൽ 159 പേജസ്. ഇത് സൈഡ് വയ്ക്കാം. അടുത്ത് ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷ് എത്ര പേജസ് ഉണ്ടെന്ന് നോക്കട്ടെ. 277 പേജസ് ഉണ്ട് ഇംഗ്ലീഷ്. അടുത്ത് ജോഗ്രഫിയുടെ ഇത് കാണിച്ചു തരാം. ഉള്ളടക്കം, ഇതാണ് ജോഗ്രഫിയുടെ ഉള്ളടക്കം. ആൻഡ് ഇതും ഏകദേശം നോക്കട്ടെ എത്ര പേജ് ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്നു കുറച്ച് ബ്ലാങ്ക് പേജ് ഇട്ടിട്ടുണ്ട് ലാസ്റ്റ്. ഓക്കെ, 300 പേജുണ്ട്. 297 പേജസ് ഉണ്ട്. ആൻഡ് അടുത്ത് നോക്കാം. ഇത് കേരള ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും ഉള്ള ബുക്കാണ്. ഇത് 216 പേജസ്. ഓക്കെ ഗൈസ്, സോ ഞാൻ ഇതുവരെയുള്ള എല്ലാം എണ്ണി നോക്കിയപ്പോൾ 947 പേജസ് വരുന്നുണ്ട്. ഇനിയുള്ളതും ഇതുപോലെ എണ്ണി പോവാം. ഇനി അടുത്ത് കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതൊരു വലിയ ബുക്ക് തന്നെയാണ്. 326 പേജസ് ഉണ്ട്. ഓക്കെ, 326. നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് പോവാം. അടുത്ത് കറണ്ട് അഫെയർസും എക്കണോമിക്സും. ഇതും അത്യാവശ്യം വലിയ ബുക്കാണ്. ഇത് എത്രയാണെന്ന് നോക്കട്ടെ പേജസ്. ഏകദേശം 300 അടുപ്പിച്ചുണ്ട്. 285 പേജസ് ഉണ്ട്. ഓക്കെ, സോ 285 നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ 1558 ഇന്ത്യൻ ഹിസ്റ്ററി. എല്ലാം ഒരേ ഫോണ്ടാണ് കേട്ടോ, ഫോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. 232 പേജസ് ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി. 232. ആൻഡ് ബയോളജി ആൻഡ് പബ്ലിക് ഹെൽത്ത്
ഞാൻ ഈ ബ്ലാങ്ക് പേജ് കൂട്ടുന്നില്ല. 163 പേജസ് ഉണ്ട്. ഓക്കെ, 163. അടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ 151 പേജസ്. അടുത്ത് ഫിസിക്കൽ സയൻസ് വലിയ ബുക്കാണ്, 280 പേജസ്. 280. അടുത്ത് വരുന്നത് മാത്സ് ആൻഡ് മെൻ്റൽ എത്ര പേജസ് ഉണ്ടെന്ന് ഇപ്പം പറഞ്ഞുതരാം. 285 പേജസ് വരുന്നുണ്ട്. അടുത്ത് വരുന്നത് മലയാളം 224 പേജസ്. 224. ആൻഡ് ലാസ്റ്റ് ബുക്ക് ഇന്ത്യൻ ജോഗ്രഫി. അതും 200 എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. 220 പേജസ് ഉണ്ട്. 220. ഓക്കെ, 220 ഈക്വൽ ടു 3115 വയ്ക്കാം. ഓക്കെ, 3115 പേജസ് അടുപ്പിച്ചുണ്ട്. സോ ഇതൊരു വലിയ റാങ്ക് ഫയലാണെന്ന് പറയാം അല്ലേ? എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു വലിയ റാങ്ക് ഫയൽ തന്നെയാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാം, ഓരോന്നിൻ്റെയും കണ്ടൻറ്റ് കാണിച്ചു തരാം. അപ്പം മിക്കവരും കണ്ടൻറ്റ് നോക്കിയായിരിക്കുമല്ലോ മേടിക്കുന്നത്. സോ ഇത്രയും ബുക്സിൻ്റെ ഓരോ സിംഗിൾ റിവ്യൂ ആയിട്ടൊന്നും ഇടാൻ പറ്റില്ല. ഓരോന്നിൻ്റെയും കണ്ടൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ആദ്യം നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയുടെ കണ്ടൻറ്റ് പേജ് കാണിച്ചു തരാം. വേണമെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക, പോസ്റ്റ് ചെയ്തിട്ട് വീഡിയോ. ഓക്കെ, സോ ഉള്ളടക്കം നോക്കാം. ഇതാണ് ഉള്ളടക്കത്തിൻ്റെ ഫസ്റ്റ് പേജ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയും ക്ലോസ് മതി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് പേജ്, തേർഡ് പേജ്. ഓക്കെ, ഇത്രയുണ്ട് ഉള്ളടക്കം. ഓക്കെ, ജോഗ്രഫിയായി. ഇനി അടുത്ത് നമുക്ക് മലയാളത്തിൻ്റെ ഉള്ളടക്കം നോക്കാം. ഇതാണ് മലയാളത്തിൻ്റെ ഉള്ളടക്കം. സ്ക്രീൻഷോട്ട് എടുക്കുക വേണമെന്നുള്ളവർ. ഇത് മൊത്തം ഇന്ന് വായിച്ചാൽ വീഡിയോ ഇന്നൊന്നും തീരില്ല. സോ വേണമെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക. മൂന്നാമത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി. ഉള്ളടക്കം കുറച്ച് കുറവാണല്ലേ കാണുമ്പോൾ, ഒരു മനസമാധാനം. ഒരു പേജേ ഉള്ളൂ ഉള്ളടക്കം. അടുത്ത് ഫിസിക്കൽ സയൻസ്. ഇതാണ് ഉള്ളടക്കം. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടന, അതിൻ്റെ ഉള്ളടക്കം നോക്കാം. ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ്. ഇനി ബയോളജി ആൻഡ് പബ്ലിക് ഹെൽത്ത് ഉള്ളടക്കം. ഫസ്റ്റ് പേജ് നോക്കാം, സെക്കൻഡ് പേജ്, തേർഡ് പേജ്, ഫോർത്ത് പേജ്, ഫിഫ്ത്ത് പേജ്, സിക്സ്ത് പേജ്. ഓക്കെ, അടുത്ത് ഇന്ത്യൻ ഹിസ്റ്ററി. ഓക്കെ, ഇതാണ് ആദ്യത്തെ പേജ്. ഇത് രണ്ടാമത്തെ പേജ്, മൂന്നാമത്തെ പേജ്, ഇത് ഫോർത്ത്, ഇത് ഫിഫ്ത്ത്. ഇതൊക്കെ ഞാൻ ഈ ഉള്ളടക്കം മൊത്തം വായിച്ചാലേ ഭയങ്കര ബോറായിരിക്കും. അത് മാത്രമല്ല എനിക്ക് വായിക്കാനും തോന്നുന്നില്ല, അത്രത്തോളം ഉള്ളടക്കം ഉണ്ട് ഇതിൽ. ഓക്കെ, അതുകൊണ്ടാണ്. ഇനി കറണ്ട് അഫെയർസും എക്കണോമിക്സും. ഇത് ആദ്യത്തെ പേജ്, ഇത് രണ്ടാമത്തെ, മൂന്നാമത്തത്. ഓക്കെ, ഇനി അടുത്ത് കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇത് ഒന്നാമത്തെ പേജ്, ഇത് രണ്ടാമത്തെ പേജ്, ആൻഡ് ഇത് മൂന്നാമത്തെ പേജ്. അത്രേ ഉള്ളൂ. അടുത്ത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ, അതാണ് ഏറ്റവും ചെറിയ ബുക്ക് ഇതിലുള്ളതിൽ. ഇത് ഒന്നാമത്തെ പേജ്, കണ്ടൻറ്റ് പക്ഷേ 3 പേജ് ഉണ്ട് കേട്ടോ. ഇത് രണ്ടാമത്തെ പേജ്, ആൻഡ് ഇത് മൂന്നാമത്തെ. അടുത്ത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ്, ഇത് ഒന്നാമത്തെ പേജ്. ഓക്കെ, ഇത് 2, 3, ഇത് 4, ആൻഡ് ഇത് 5.
അടുത്ത് കേരള ജോഗ്രഫിയും വേൾഡ് ജോഗ്രഫി. ഒന്നാമത്തെ പേജ്, ഇത് രണ്ടാമത്തെ പേജ്, എൻ്റെ ഇത് മൂന്നാമത്തെ പേജ്, നാലാമത്തെ പേജ് ഇത്. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ബുക്ക് കേരള ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും വരുന്നൊരു ബുക്കാണ്. അതിൻ്റെ ഉള്ളടക്കം നോക്കാം. ഇത് ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ്, തേർഡ് പേജ്. ഇനി ലോക ചരിത്രത്തിലെ ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ എല്ലാം കൂടെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ എത്ര വരുമോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ റാങ്ക് ഫയലിൻ്റെ വിഡ്ത്ത് നോക്കിയല്ലേ മേടിക്കുന്നത്, വീതി. അപ്പോൾ ഈ വീഡിയോയുടെ വിഡ്ത്ത് എല്ലാവർക്കും ഒന്ന് ക്ലിയർ ആവും. എത്ര പേജ് വേണമെന്നൊരു ഐഡിയ കാണുമല്ലോ നിങ്ങൾക്ക്. കഴിഞ്ഞിട്ടില്ല, പകുതി ആയിട്ടുള്ളൂ. ഓക്കെ, ബാക്കി പകുതിയും വെച്ചു. ഇനി നമുക്ക് ട്രൈപോഡിൽ നിന്ന് ക്യാമറ എടുത്തിട്ട് കാണിച്ചു തരാം. സോ ഇത്രയുണ്ട്. ഓക്കെ, പേജ് കുറവാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത്രയും പേജസേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സൈലത്തിൻ്റെ റാങ്ക് ഫയൽ. ഇത് ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിരുന്നു. എല്ലാത്തിൻ്റെ ഉള്ളടക്കം ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല എത്ര പേജസ് ഉണ്ടെന്നും കാണിച്ചു. ഇതിൽ കൂടുതൽ ഈ വീഡിയോയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഓരോന്നിൻ്റെ ഉള്ളടക്കമൊന്നും വായിക്കാൻ പറ്റില്ല, അത്രത്തോളം ഉണ്ട്. സോ ഈ റിവ്യൂവും അൺബോക്സിങ്ങും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. പുതുതായിട്ട് ബുക്ക് വാങ്ങുന്നവർക്ക് ഇത് നോക്കി മേടിക്കാം, എൻ്റെ ഈ വീഡിയോ. സോ അതിനാണ് ഈ വീഡിയോ ചെയ്തത്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ ഇതെങ്ങനെ മേടിക്കണമെന്നൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബൈ ഫ്രം ദീപക് കൃഷി ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.